മനസ്സിലായിട്ടോ? അത് UDF സ്വന്തം മുഖമാണ് ആ കണ്ണാടി കണ്ട്. അത് ആ പ്രസ്താവന നടത്തുമ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ മുന്നിലെ കണ്ണാടിയിൽ അദ്ദേഹത്തെ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ നോക്കി ആ നിലപാട് എടുക്കുന്ന ഒരാളിതായിരിക്കുന്നു. അത് അദ്ദേഹം തന്നെയാണ് എല്ലാ നിലപാടിലും. ആ പ്രദേശത്ത് നിന്ന് ഏത് വർഗീയതയാണ് അധികച്ചാൽ അതിന് ലാഭം ഉണ്ടാക്കാൻ നോക്കും. വർഗീയ ഘടകങ്ങളുമായി കൂട്ടുകൂടാത്ത ഒരു നിലപാട് ഏതെങ്കിലും സന്ദർഭത്തിൽ ഈ പ്രതിപക്ഷ നേതാവ് സ്വീകരിച്ചിട്ടുണ്ടോ? അത്ഭുതത്തോടു കൂടിയാണ്. ഒരു തെരഞ്ഞെടുപ്പിലെ ഒരു ജയാപജയത്തിനപ്പുറത്ത് ഈ സമൂഹം നിലനിൽക്കണ്ടേ? സമൂഹം ചേരി തിരിഞ്ഞ് സംഘർഷം ഉണ്ടാകാൻ പാടുണ്ടോ? സമൂഹത്തിനെ ചേരി തിരിച്ച് സംഘർഷമുണ്ടാക്കാൻ രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര കാഴ്ചപ്പാടുള്ള ജമാഅത്തെ ഇസ്ലാമിയുമായി സന്ധി ചെയ്ത് അതിനെ ന്യായീകരിച്ച് അതിൽ അഭിമാനം കൊള്ളുന്ന ഒരു പ്രതിപക്ഷ നേതാവാണ് കേരളത്തിൽ എന്നത് കേരളത്തിലെ സെക്യുലർ ചിന്തയുള്ള എല്ലാ മനുഷ്യനും അംഗീകരിക്കാത്ത ഒരു കാര്യമാണ്. ഒരു മനുഷ്യൻ ഈ കേരളത്തിൽ ഇങ്ങനെ ഒരു നിലപാട് എങ്ങനെ സ്വീകരിക്കുന്നില്ല? ഒരു തെരഞ്ഞെടുപ്പിലെ ഒരു തെരഞ്ഞെടുപ്പിലെ താൽക്കാലികമായ തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി സ്വന്തം നിലപാടുകളിൽ ഇങ്ങനെ വെള്ളം ചേർക്കും. ഒരു തെറ്റുപറ്റാം, ഉടനെ തിരുത്തണ്ടേ? അയ്യോ ഞങ്ങൾ ആ നിലപാട് ശരിയായിരുന്നു, എന്താ തരാറ് നിലപാട് തെറ്റായ നിലപാട് പറഞ്ഞുപോയി, അത് പറഞ്ഞു പോയാൽ നിലപാടിൽ പെശകുണ്ട്, അത് ഞങ്ങൾ തിരുത്തും. അതൊക്കെ പൊതു ജീവിതത്തിൽ നമ്മളൊക്കെ ചെയ്യില്ലേ? ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഞാൻ ചെയ്യുന്നത് ഒരു പെശകാണ് എന്ന തോന്നലിലൂടെ ഈ പ്രതിപക്ഷ നേതാക്കളെ കണ്ടോ? എല്ലായ്പ്പോഴും ന്യായീകരിക്കില്ലേ? എല്ലാത്തിനും ന്യായീകരിക്കരുത്. ജനവിരുദ്ധമായിട്ടാണ് എല്ലാ പ്രസംഗങ്ങളും ഇവിടുത്തെ കോൺഗ്രസ് നടത്തിയത്. കർഷകത്തൊഴിലാളിക്കെതിരെ നടത്തി, പാവങ്ങൾക്കെതിരെ നടത്തി, പാവങ്ങളെ ആക്ഷേപിക്കുന്ന പരാമർശങ്ങൾ നടത്തി. ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ അയ്യോ അത് പറ്റിപ്പോയി എന്ന നിലപാട് സ്വീകരിച്ചോ? ഒരു സന്ദർഭം നിങ്ങൾ ചൂണ്ടിക്കാണിക്കും. എന്തൊരു ധാർഷ്ട്യത്തോടു കൂടിയാണ് അവരുടെ രാഷ്ട്രീയ നിലപാടുകൾ ജനങ്ങളിലേക്ക് കൊണ്ടുപോയത്. ദുഃഖകരമാണ്, ഖേദകരമാണ് ഈ നിലപാടുകൾ. അത് കോൺഗ്രസിനെ പോലെയുള്ള കോൺഗ്രസ് ഒരു പൈതൃകവും പാരമ്പര്യമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല. എത്ര കാലമായിട്ട് നമ്മുടെ നാട്ടിലുള്ള കേരളത്തിലെ ഇന്ത്യയിലെയൊക്കെ രാഷ്ട്രീയത്തിന്റെ പൊതു പശ്ചാത്തലം പഠിക്കുന്ന ഏതൊരാൾക്കും കോൺഗ്രസിന്റെ ഭൂതകാലത്തെയും അതിന്റെ ചരിത്ര ഭൂമികയെയും നിരാകരിക്കാൻ കഴിയും. അതിന്റെ തലപ്പത്ത് ഈ കാലത്ത് ഇങ്ങനെ കുറച്ച് ആൾക്കാർ വന്നുകൂടി ഈ കിട്ടാൻ പോണ മന്ത്രിസ്ഥാനവും MLA സ്ഥാനവും അല്ലെങ്കിൽ ഏതെങ്കിലും തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനമാനവും ലക്ഷ്യമാക്കി ഒരു നയവും നിലപാടും ഇല്ലാത്ത ആളുകളായി ചുരുങ്ങിയതിന്റെ ദൃഷ്ടാന്തമാണല്ലോ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നിലമ്പൂരിൽ നമ്മൾ ഒന്നാകെ കണ്ടത്. അതിൽ നമുക്ക് പിന്നെ ഒന്നും അവരോട് സഹകരിക്കാൻ മാത്രമേ പറ്റുള്ളൂ.